ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എപ്പോഴും പറയാറുള്ളത് പോലെ ഭയങ്കര ചൂടാണ്, പുറത്ത് മഴയാണെങ്കിലും ഫാൻ ഇട്ടിട്ടുണ്ട്, ചെറിയ നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കണം, സഹിക്കണം. ഞാനിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്, സ്കിൻ കെയർ റൊട്ടീനിന് മറുപടി ഒന്നും പറയാനില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു റൊട്ടീനില്ല. ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് പോകുന്ന ഒരു സിറം കാര്യങ്ങളില്ല. അതുമല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2018 മുതൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരൊറ്റ ഫേസ് വാഷാണ് ദ ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ സംതിങ്. അതപ്പുറത്തിരിപ്പുണ്ട്, എടുത്തില്ല. ഈ സൈഡിൽ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാം. പിന്നെ ഉള്ളത് മെയിനായിട്ട് 2018 ശേഷമാണ് എല്ലാ വിധത്തിലുമുള്ള സ്കിൻ കെയർ സാധനങ്ങളും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പം സൺസ്ക്രീൻ ആയിക്കോട്ടെ, അതുപോലെ ഈ പറഞ്ഞ് കണ്ടും കേട്ടിട്ടുള്ള സിറം ഒക്കെ ആയിക്കോട്ടെ, എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങുന്ന 2018 ശേഷമാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, 2018 ശേഷമാണ് സ്വന്തമായിട്ട് കാശുണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ മുതലാണ് പിന്നെ സ്കിന്നും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയത്, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറച്ച് സൺസ്ക്രീൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മിനറൽ ബേസ് ആയിട്ടുള്ള, അതായത് എളുപ്പം പറയണമെങ്കിൽ വൈറ്റ് കാസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സൺസ്ക്രീനിൻ്റെ ഫാനാണ്. എനിക്കതാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. വേറെ ഒന്നും കൊണ്ടുമല്ല, ഇറ്റ് വർക്ക്സ് ബെറ്റർ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനുകളുടെ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ആയിരിക്കും കുറച്ച് നല്ലത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺസ്ക്രീൻസ് ആണിത്. അപ്പം ഈ കൂട്ടത്തിൽ കൊറിയൻ സൺസ്ക്രീൻ എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരൊന്ന് മാത്രമാണ്, ക്വെഞ്ച്. ആൻഡ് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഒരു 3.5-4 മണിക്കൂറിന് ശേഷം നമ്മളിങ്ങനെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം, അതിപ്പോൾ ഏത് സൺസ്ക്രീൻ ആണെങ്കിലും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത് വരൂ, കാണിച്ചു തരാം. ഞാനിപ്പം എൻ്റെ മുഖത്ത് ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഒരു 10:30 മണിയോടുകൂടി ഞാൻ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തിരുന്നു ഫേസിൽ. അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു തൊട്ട് മുമ്പത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇങ്ങനെ തൊട്ടി എടുത്തിട്ട് ഈ ചീക്കലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മസ്കാര ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഐ ഷോ യു ഹൗ ഇറ്റ് വർക്ക്സ്. എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യലാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു സി ക്രീം ഫീല് ഇതിനുണ്ട്. ഇത് ടിൻറ്റഡ് ആണ്. This is actually Daily Defense Tinted Sunscreen SPF 50+++++. അങ്ങനെ എന്തോ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പൊതുവെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല, യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഇത് ഭയങ്കര ഒരു ക്രീമി ഹൈഡ്രേറ്റിംഗ് ഒരു ഫീല് തരുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ് കേട്ടോ. വേറെ ഒരെണ്ണമുള്ളത് 100% മിനറൽ സൺസ്ക്രീൻ ആണ്. നമ്മളുടെ കൃതി സനോണിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ആക്ച്വലി ഹൈഫൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്കിഷ്ടമാണ്. മോസ്റ്റ്ലി ഇവിടെ വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ. ആൻഡ് ഇതെന്താ, വെളിച്ചെണ്ണയോ? ആൻഡ് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു തരി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു സൗണ്ടൊക്കെ. ഇതും എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ്. എന്തുകൊണ്ടാണ് ആളുകൾ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ഉണ്ട്, ന്യൂട്രിജനയുടെ വൈറ്റ് കാസ്റ്റ് തരുന്ന ആ ഒരു സൺസ്ക്രീൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ബാക്കി എല്ലാത്തിലും ഞാൻ സന്തുഷ്ടയാണ്. ആൻഡ് അനദർ വൺ ഇസ് ഗാബറ്റ്. ഈ ഒരു ബ്രാൻഡ് അധികം ആരും എനിക്ക് ഉപയോഗിച്ചും കണ്ടിട്ടില്ല, അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇതും 100% ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഞാനിത് വാങ്ങിച്ചതെല്ലാം ടീര ബ്യൂട്ടിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ആപ്പ്. ഇത് ഞാനൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്.
ബാഗും എടുത്തു സന്ധ്യയായപ്പോൾ. ഇതിന് പ്രത്യേക ഒരു മിനറൽ മണം തന്നെ കേട്ടോ. അതൊന്നും എടുത്തില്ല. ഇവിടെ അത്, ഇവിടെ മറ്റേത്, ഇവിടെ ക്വെഞ്ച്. സി, ഈ ഒരു സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ കഴുത്തിലും മുഖത്തിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് അധികം മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാൻ അറിയാൻ മേല. പിന്നെ ദർ ഇസ് അനദർ വൺ, ഫിക്സ് ഡെർമ SPF 30+ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഒട്ടും ഗ്രീസി ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് എ ഗ്ലോയി ക്രീം. അതായത് ക്രീമും അല്ല, മോയ്സ്ചറൈസർ എഫക്റ്റ് ആണ് ഇതിന്. കുറച്ച് താത്തിരിക്കാം, തല കാണുന്നില്ല അല്ലേ? ഓക്കെ, ഇപ്പം ഇതാണ് അടുത്തത്. ഫിക്സ് ഡെർമ ഷാഡോ SPF 30 ഉള്ളൂ. 30 ഉള്ളൂ എങ്കിലും ഞാനത് വാങ്ങിക്കാനായിട്ട് കാരണം UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഇത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് എ ജെൽ. അത് വൈറ്റ് കാസ്റ്റും ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു നോർമൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട പോലെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ആയിട്ട്. സി, പെട്ടെന്ന് അബ്സോർബായി പോകുന്ന കൈൻഡ് ഓഫ് ജെൽ സൺസ്ക്രീൻ. ആൻഡ് ഞാനത് ഫേസിലധികം യൂസ് ചെയ്യാത്തതിന് കാരണം ഇതാണ്. കണ്ടോ, പൊടി 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 പോലെ വരുന്നത് അതാണ്, അതുകൊണ്ടാണ്. അനദർ ഇന്ത്യൻ ബ്രാൻഡ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇത് മാത്രമല്ല, പല കളറിലുള്ള പല പാക്കറ്റുകൾ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞ് empty ട്യൂബ്സ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നയസിനമൈഡും കോജിക് ആസിഡും അങ്ങനെ വേറെ സബ്സ്റ്റൻസ് ഇതിൽ വരുന്നുണ്ട്. SPF 50 ഓഫ് കോഴ്സ്. ഞാനിതാണ് കേട്ടോ കയ്യിലൊക്കെ തേക്കുക, കയ്യിലും ഫേസിലും ഞാനത് തേക്കലുണ്ട്. ബ്രൈറ്റനിങ് സൺസ്ക്രീനാണിത്. ദിസ് ഇസ് സൺസ്ക്രീൻ ബോഡി ലോഷൻ. കയ്യിലൊക്കെ ഞാനിതാ തേക്കുക. ആൻഡ് ഇറ്റ് വർക്ക്സ് ഡീകൺസ്ട്രക്റ്റിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ് കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത എല്ലാം അടിപൊളിയായിരുന്നു. വൈറ്റമിൻ C സീറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഓഫ് കോഴ്സ്. സൺസ്ക്രീൻ ഒരുപാട് തവണ കുറേ നാളെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസിനും ഇത് കയ്യിലും. ആൻഡ് അനദർ വൺ വിത്തിൻ ബ്യൂട്ടി. ഇതും ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നു. സെറമൈഡ് കോംപ്ലെക്സ് പ്ലസ് വൈറ്റമിൻ E, SPF 60 ആണിത്. ദിസ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് മിനറൽ ബേസ്ഡ്. വൈറ്റ് കാസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. സ്റ്റിൽ ഇറ്റ് ഇസ് എ കൈൻഡ് വൈറ്റ് കാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ചെറിയൊരു സ്വെറ്റിങ്. നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളുടെ ഫേസ് സെറ്റ് ആവുന്ന കുറേ പേര് പരാതി പറയാറുള്ളൊരു കാര്യമാണ് അതാവും. പക്ഷേ ദിസ് റിയലി പ്രൊട്ടക്ട്സ് ദാറ്റ്. നമ്മൾക്ക് വി ക്യാൻ ഫീൽ ദാറ്റ്. പറയാൻ മറന്നുപോയി. അനദർ വൺ, ദിസ് ഇസ് ലാക്മേ. ലാക്മേയുടെ ഒരു PR പാക്കേജ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു മാറ്റ് ഫിനിഷിങ് തരുന്ന ഒരു സൺസ്ക്രീനാണ്. വെരി അഫോർഡബിൾ. ഇതിന് 499 ആൻഡ് വിത്തിൻ ബ്യൂട്ടി SPF 60. ഇതിൻ്റെ റേറ്റ് ഇസ് 599. ഇതിൻ്റെ റേറ്റ് 499. ഡീകൺസ്ട്രക്ട് ബോഡി ലോഷനാണ്, സൺസ്ക്രീൻ ബോഡി ലോഷനാണ്, SPF 50+. 499. ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും വളരെ വിലക്കുറവാണ്, 399. ആൻഡ് ഗാബറ്റ് ഈസ് ലൈക്ക്, ഗാബറ്റിനും അത്ര തന്നെ വിലയുള്ളൂ. ലെറ്റ് മി ചെക്ക്. അപ്പം 410. എവറിത്തിങ് കംസ് അണ്ടർ 600 ഐ ഗെസ്. പക്ഷേ ക്വെഞ്ച് അങ്ങനെയല്ല. ക്വെഞ്ച് ഇസ് 700. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൺസ്ക്രീൻ, 700 രൂപ. ആൻഡ് വൺ മോർ തിങ്, കൊറിയൻ ബ്രാൻഡുകളായ ബ്യൂട്ടി ബൈ ജോസൺ, നിംബൂസിൻ, അതുപോലെ തന്നെ
വേറെയും കുറേ സെൻറ്റല്ല അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും നല്ലതാണ്, അത് മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ 2000, 3000, 3500 രൂപയുടെ സാധനങ്ങൾ തരുന്ന അതേ റിസൾട്ട് തന്നെ ഈ ഒരു 400, 500, 600, 700 രൂപയ്ക്ക് നമ്മളുടെ ഇന്ത്യൻ ബ്രാൻഡ്സിന് തരാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ അത്, അത്രയുള്ളൂ.